എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. അതെ, എല്ലാ പ്രവാസികൾക്കും ഉള്ളൊരു ആശയം തന്നെയാണ് എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തത്സമയ പ്രോഗ്രാമാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡയനസുമൻ. എന്നോടൊപ്പം തത്സമയം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് മിസ്റ്റർ ഹാസിദ്. ഹി ഈസ് അസിസ്റ്റന്റ് BDM ഫ്രം മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്റർ. സ്വാഗതം ഹാസിദ്. താങ്ക് യു. യെസ്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ വാട്സപ്പിലും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കമൻസിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഇനോഗ്രേഷൻ വീഡിയോനോടൊക്കെ ചേർന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഉള്ളത്. തത്സമയമാണ്, ഫോൺ ലൈൻസ് ഓപ്പൺ ആണ്. വിളിക്കേണ്ട നമ്പർ 058-804-1310, അതുപോലെ 058-523-1310. അപ്പോൾ ആദ്യം തന്നെ ഏതൊരു മനുഷ്യനും ഇവിടെ UAE വന്ന് ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കുടുംബമായിട്ടൊക്കെ വന്ന് സെറ്റിൽ ആവണം എന്നുള്ളവർക്കുള്ള ആദ്യത്തെ സംശയമാണ് എന്താണ് UAE വിസയ്ക്കുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അതാണ് ആദ്യത്തെ ചോദ്യം. വിസ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം UAE പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിലുള്ള ജീവിത നിലവാരത്തിൻ്റെ ക്വാളിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിസ എടുത്തു വരുന്നൊരു പുതിയ ആളുകൾക്ക് അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് നിർബന്ധമായിട്ടും എടുക്കുക എന്നുള്ളത് മസ്റ്റാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാംക്രമിക രോഗങ്ങൾ, HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ്, ഇത്തരം സാംക്രമിക രോഗങ്ങൾ ഇല്ലാതെ ഇവിടെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം, അത് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നാണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്, മറ്റ് പല രാജ്യങ്ങളിലും പോയി മൈഗ്രേറ്റ് ചെയ്തവർ തിരിച്ച് പോലും UAEയിലേക്ക് എത്തുന്നതിന് ഒരു മെയിൻ റീസൺ നമ്മുടെ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു അവർ റൂളേഴ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോയിലേക്ക് തത്സമയമാണ്. നിങ്ങൾക്ക് എന്ത് തരം സംശയങ്ങളും വിസ മെഡിക്കൽ പരമായിട്ടുള്ള ഏത് തരത്തിലുള്ള സംശയങ്ങളും തത്സമയം വിളിച്ച് ചോദിക്കാമെന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മുടെ ദുബായ് വിസ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ ചിലവ് എത്രയാണ്? ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ ചിലവ് എന്ന് പറയുമ്പോൾ അത് നോർമൽ ഒരു ഇൻഡിവിജ്വലിനാണെങ്കിൽ ഒരു 320 ദിർഹംസാണ് അതിൻ്റെ ചിലവ് വരുന്നത്. അത് ഇൻക്ലൂഡിങ് സർവീസ് ചാർജ് ആണ്. അല്ല എങ്കിൽ പിന്നെ കൂടുതൽ വരുന്നത് ചില ആളുകൾക്ക് VIP ടെസ്റ്റ് കാര്യങ്ങളുണ്ട്. അതുമല്ലാതെ ഈ അറബ് വീടുകളിൽ മെയ്ഡുകളായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ടെസ്റ്റിന് ചിലവ് വരുന്നത് 370 ദിർഹംസാണ്. വ്യത്യാസപ്പെട്ട എന്തെങ്കിലും ടെസ്റ്റുകൾ അതിൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. മെയ്ഡുകൾ അവർ ഇവിടുത്തെ പബ്ലിക്കുമായി ഇവിടുത്തെ ലോക്കൽസുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ സിഫിലിസ്, HIV, ഹെപ്പറ്റൈറ്റിസ് അല്ലാത്ത ചില രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, പടരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്താണ് അവർക്ക് ഒരു വാക്സിനേഷന് വേണ്ടി വരും. അത്തരം വിഷയം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് 370 ദിർഹംസിന്റെ ചെലവ് വരുന്നത്. ഓൾ റൈറ്റ്. ആൻഡ് ഇപ്പോൾ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടിയുണ്ടോ? ഇപ്പോൾ വരുന്നൊരു സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരു വ്യക്തി ഇവിടെ UAEയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പ്ലാനിങ് ഒന്നും വേണ്ട, ജസ്റ്റ് റൂട്ടീനായിട്ട് ആവശ്യമില്ല. റൂട്ടീനായിട്ട് വരാം. അവരുടെ വിസ കോപ്പി, പുതിയൊരാളാണെങ്കിൽ വിസയുടെ കോപ്പി, പാസ്പോർട്ട്, ഇതുകൊണ്ട് നമ്മൾ ഒരു ടൈപ്പിംഗ് സെന്ററിനെ സമീപിക്കുകയാണെങ്കിൽ, അതായത് ദുബൈയിലാണെങ്കിൽ സാലം സെന്ററിനെ സമീപിക്കുകയാണെങ്കിൽ അവർ സാലം സെന്റർ എന്താ പറയുക, അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ ഉണ്ടാവും. അവരെ സമീപിക്കുകയാണെങ്കിൽ അവർ നോർമലായിട്ട് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്തു തരും. ആ പേപ്പറും കൊണ്ട്, ആപ്ലിക്കേഷൻ നമ്പറും കൊണ്ട് മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് മെഡിക്കൽ എടുക്കാവുന്നതാണ്. വളരെ നിസ്സാരമായൊരു സംഗതിയാണ്. ഓക്കെ. ആൻഡ് UAEയിൽ ഒരാൾക്ക് എങ്ങനെയാണ് വിസ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക? അത് ഈ പറഞ്ഞ പോലെയാണ്. നമ്മളൊരു അംഗീകൃത ടൈപ്പിംഗ് സെന്ററിൽ പോവുക, നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കൊടുക്കുക, അവരാവശ്യപ്പെടുന്ന പേപ്പേഴ്സ് കൊടുക്കുക, ഫോട്ടോസ് വിത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുക. അവരത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതും കൊണ്ട് ഒരു അംഗീകൃത സാലം സെന്ററിൽ തന്നെ ചെല്ലുക. എന്നിട്ട് അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കും. പുതിയ വിസക്കാരാണെങ്കിൽ ചെസ്റ്റിൻ്റെ ടെസ്റ്റ് കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആവശ്യമാണെങ്കിൽ നഴ്സുമാരോ അല്ലെങ്കിൽ അവിടെ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സോ അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ്, ശാരീരിക പരിശോധന ആവശ്യമാണെങ്കിൽ മാത്രം, അതെല്ലാ കാര്യത്തിലും ഉണ്ടാവാറില്ല, എടുക്കും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 24 hours നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഈ സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക വൈഫിനെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ അവർക്ക് മെൻസ്ട്രൽ പീരിയഡ്സ് ഒന്നും മിസ്സായിട്ടുണ്ടാവില്ല. ദേ മേ നോട്ട് ബി എ പ്ലാനിങ് എ പ്രഗ്നൻസി. പക്ഷേ
ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ചോദ്യമല്ലേ ഐ യു പ്രഗ്നൻ്റ് എന്ന് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു റിസ്ക് ദ ഹെൽത്ത് ഓഫ് എ ബേബി. അപ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് എക്സ്റേ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? അത്തരം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം നല്ലത്. എങ്കിൽ പോലും സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറയുകയാണെങ്കിൽ അവർ ബ്ലഡ് ടെസ്റ്റ് മാത്രം എടുത്തിട്ട് നിങ്ങളെ വിടുന്നതാണ്. പിന്നീട് ആവശ്യമാണെങ്കിൽ മാത്രം നെക്സ്റ്റ് ടൈം വന്നിട്ട് നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ എക്സ്റേ കൂടെ എടുക്കാം. ഓക്കെ. അതുപോലെ ഇപ്പോൾ ചില പുരുഷന്മാരൊക്കെ നല്ല പുകവലിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് ലങ്ങിൻ്റെ ഒരു ടോൺ ഡിഫറെൻ്റ് ആയിരിക്കും എക്സ്റേ. അപ്പോൾ അവർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ ഇവർക്ക് ഈ റിപ്പോർട്ട് എക്സ്റേ കഴിയുമ്പോൾ? ഇപ്പോൾ TB തന്നെ ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ അവരുടെ ലങ്ങിൻ്റെ ഒപ്പാസിറ്റിയുടെ ഡിഫറൻസ് കൊണ്ട് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അത്തരം വിഷയങ്ങൾ ഉണ്ടാവാറില്ല. ചെസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ആണ് കാര്യമായിട്ട് നോക്കുന്നത്. അല്ലാത്ത വിഷയങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. വളരെ വളരെ റയർ കേസായിട്ട് എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് തോന്നുകയാണെങ്കിൽ ഇവർ ഒരു റീടെസ്റ്റിന് വിളിക്കും. റീടെസ്റ്റിന് വിളിച്ച് നമ്മളത് പോയി കഴിഞ്ഞ് ഒന്ന് പരിശോധിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അത് ടെസ്റ്റ് ഫിറ്റാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം തത്സമയമാണ്. വിളിക്കേണ്ട ഫോൺ ലൈൻസ് ഓപ്പൺ ആണ് 058-804-1310, അതുപോലെ 058-523-1310. രണ്ട് നമ്പറിലും വിളിച്ച് തത്സമയം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വിസ മെഡിക്കൽ പരമായ സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് മുന്നേ പറയേണ്ടല്ലേ, ഇപ്പോൾ ടൈപ്പിംഗ് സെൻറ്ററിൽ പോയി ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്റർ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യാം. അപ്പോൾ മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്ററിൽ നമ്മുടെ എക്സിറ്റ് 66 അല്ലേ, അവിടെ ശരിക്കും ടൈപ്പിംഗ് സെൻറ്റർ 63, അവിടെ ടൈപ്പിംഗ് സെൻറ്ററും കൂടി ഇല്ലേ? അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ പറയുണ്ടായല്ലോ ഇപ്പോൾ VIP സർവീസ് ഒക്കെ. അപ്പോൾ VIP സർവീസിനൊക്കെ എത്ര ഡ്യൂറേഷൻ ആണ് എടുക്കുക റിസൾട്ടൊക്കെ വരാൻ? VIP സർവീസ് രണ്ട് തരത്തിലുണ്ട്. ഒരു ഒന്ന് പറയുകയാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് റിസൾട്ട് വരുന്ന ഒരു സർവീസ് ഉണ്ട്. മറ്റൊന്നുള്ളത് 2 മണിക്കൂർ കൊണ്ട് സർവീസ് വരുന്നതിന്. അതിന്റെ രണ്ടിന്റെ ഫീസ് വ്യത്യാസമുണ്ട്. 6 മണിക്കൂർ കൊണ്ട് വരുന്നതിനാണെങ്കിൽ 750 വരും. 2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് വരുന്നതാണെങ്കിൽ 1150 വരും. അതാണ് അതിൻ്റെ ഫീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് മറ്റൊരു കാര്യം എനിക്ക് പേഴ്സണലി തന്നെ അറിയാൻ സാധിച്ചതാണ്, മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്ററിൽ വരുമ്പോൾ നമുക്ക് 24/6 അതായത് രാത്രിയിലും വന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ UAE വരുന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കാരണം വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് നമ്മളുടെ എന്താ പറഞ്ഞാൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നൈറ്റിൽ പോലും പോയി നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കാവുന്നതാണ്. പറയുമ്പോൾ ദുബായിൽ 24 hours ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരേ ഒരു മെഡിക്കൽ സെൻ്ററാണ് മുഹൈസ്ന സെൻ്റർ. യെസ്, ആൻഡ് ഇറ്റ് ഇസ് വെരി 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 ആക്സസിബിൾ ടു ഷാർജ ആൻഡ് ദുബായ്. ഇപ്പോൾ ഗിസൈസിന്നോ അല്ലെങ്കിൽ അൽനാദ ദുബായിന്നോ ഒക്കെ ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഷാർജ നമ്മുടെ നാഷണൽ പെയിൻസ് ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് വെരി വെരി ആക്സസിബിൾ. അപ്പോൾ അറിയാത്തവർക്കിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്തോളുക. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് DHA മെഡിക്കൽ ഫിറ്റ്നസ് എത്ര കാലത്തെ ആണ് വാലിഡിറ്റി ഉള്ളത്? ഇപ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് ചെയ്തു, റിപ്പോർട്ട് വന്നു, അതിന് വാലിഡിറ്റി എത്ര ടൈം ഉണ്ട്? സാധാരണഗതിയിൽ അത് 3 മാസമാണ്. റിസൾട്ട് വന്ന അന്ന് മുതൽ 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും. ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ ആള് വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞിരിക്കണം എന്നാണ്. കഴിഞ്ഞിട്ടില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് അത് നീണ്ടുപോയി, 3 മാസം കഴിഞ്ഞിട്ടാണ് ആൾക്ക് വിസ സ്റ്റാമ്പിങ്ങിൻ്റെ ഒരു സമയം വരുന്നതെങ്കിൽ അയാൾ റീടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പുതുതായിട്ട് അപ്ലൈ ചെയ്തു, പേയ്മെൻറ്റ് കൊടുത്ത് റീടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പിന്നെ ദുബായിൻ്റെ അകത്ത് തന്നെ ആളുകൾക്ക് ചെയ്യാനാണെങ്കിൽ പോലും ഈ 3 മാസത്തിനുള്ളിൽ ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ. മറ്റൊരു ചോദ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ദുബായിലാണല്ലോ നമ്മുടെ മുഹൈസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻ്റർ. അപ്പോൾ ദുബായ് വിസ അല്ലാണ്ട് മറ്റ് എമിറേറ്റിൻ്റെ വിസ അവിടെ ചെയ്യാൻ കഴിയുമോ വിസ മെഡിക്കൽ? തീർച്ചയായിട്ടും. ദുബായിലെ എല്ലാ മെഡിക്കൽ സെൻ്ററുകളിലും 7 എമിറേറ്റ്സിൽ അബുദാബി ഒഴിച്ച് ബാക്കി എല്ലാ എമിറേറ്റിൻ്റെയും വിസക്ക് ആവശ്യമായ ടെസ്റ്റുകൾ ദുബായ് സാലമിൻ്റെ ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ലീവ് എടുത്ത് പോകുന്നതിൻ്റെ ആണല്ലോ പല ആളുകൾക്കും ബുദ്ധിമുട്ട്. കാരണം ജോയിൻ ചെയ്ത് ഡ്യൂറിങ് പ്രൊബേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ഒരു LOP ആർക്കും വേണമെന്നുണ്ടാവില്ല. അപ്പോൾ നൈറ്റ് തന്നെ നിങ്ങൾക്ക് പോയി ചെയ്യാവുന്നതാണ്. വിത്ത് ഫാമിലി ഒക്കെ പോവാം കേട്ടോ. മാത്രമല്ല സൺഡേ വർക്കിംഗ് ആണ് മുഹൈസ്നയിൽ. ട്രൂ, സൺഡേ വർക്കിംഗ് ആണ്. സാറ്റർഡേ ആണ് ഓഫ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവധി ദിവസം അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
ഓക്കെ, മറ്റൊരു ചോദ്യം വെച്ചാൽ പുതിയ വിസയ്ക്കും നിലവിലുള്ള വിസ റിന്യൂവലിനും അതിനുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ സെയിം ആണോ, അതെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ല, രണ്ട് വിധത്തിലാണുള്ളത്. ഓക്കെ. പുതിയ വിസക്കാണെങ്കിൽ നമ്മുടെ ബ്ലഡും അതുപോലെ ചെസ്റ്റിൻ്റെ എക്സ്റേയും നിർബന്ധമാണ്. ബ്ലഡ് നേരത്തെ പറഞ്ഞ പോലെ സാംക്രമിക രോഗങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ചെസ്റ്റിനും അതിന് ബന്ധപ്പെട്ട് വിസ റിന്യൂ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം മതിയാവും, എക്സ്റേൻ്റെ ആവശ്യം വരുന്നില്ല. മറിച്ച് അതിലൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിനകത്താണ് റിന്യൂ ചെയ്യുന്നതെങ്കിൽ നോ ഇഷ്യൂ. 3 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചെസ്റ്റിൻ്റെ എക്സ്റേ കൂടെ വേണം. അതുപോലെ വിസ തീർന്ന ഒരാൾ UAE തന്നെ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം മതിയാവും. അതല്ല പുറത്തേക്ക് പോവാണ്, UAE പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് അതിന് 3 മാസത്തിനകത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് ബ്ലഡ് ടെസ്റ്റ് മാത്രം പോരാ, ചെസ്റ്റിൻ്റെ എക്സ്റേ കൂടെ നിർബന്ധമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ചില വ്യക്തികൾ ഇപ്പോൾ UAE വന്നു, അവർ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു, ജോലിയിലേക്ക് കയറി, അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ ആ ജോലിയിൽ തുടരുന്നില്ല, അവർ ജോലി മാറുകയാണ്. അപ്പോൾ നിലവിലുള്ള ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന മെഡിക്കലിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് പറയുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു വിസയിൽ നിന്ന് മാറി മറ്റൊരു വിസയിലേക്ക് വേറൊരു ജോലിയിലേക്ക് മാറാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 3 മാസത്തിനകത്താണെങ്കിൽ 2 ടെസ്റ്റും എടുക്കണം. അതല്ല എങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം എടുത്താൽ മതിയാവും. പുതിയൊരു വിസയിലേക്ക് മാറുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം മതിയാവും. 3 മാസത്തിന് ശേഷമാണെങ്കിൽ 2 ടെസ്റ്റും വേണ്ടി വരും. UAE പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവർക്കും ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ടെസ്റ്റും നിർബന്ധമാണ്. അപ്പോൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഒഴിവാവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ നമുക്ക് അത് മതിയോ എന്നൊരു സംശയം മനസ്സിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഷോയിലേക്ക് എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം എന്ന ഷോയിൽ ഒരു ഇടവേളയാണ് വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഷോ തുടരുന്നുണ്ടാകും. സോ കീപ് വാച്ചിങ് NTV. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാണ് എങ്കിലും മടി കൂടാതെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുവാനാണ് നമ്മൾ തത്സമയ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. സോ മാക്സിമം യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. നമ്മളൊരു ചെറിയ ആഡ് ബ്രേക്കിലേക്ക് പോയിട്ട് തിരിച്ചെത്തുന്നുണ്ടാവും. കീപ് വാച്ചിങ്. വെൽക്കം ബാക്ക്. എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണമെന്ന പ്രോഗ്രാമാണ് നിങ്ങൾ NTVയിൽ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡയന സുമൻ. എന്നോടൊപ്പം ഉള്ളത് മുയസ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്ററിൽ നിന്ന് അസിസ്റ്റൻറ്റ് BDM ആയ മിസ്റ്റർ ഹസീദ് ആണ്. ഹസീദ്, നമ്മൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോളിലേക്ക് പോകാം. നമസ്കാരം, സ്വാഗതം. ഹലോ. കോൾ ഡ്രോപ്പായി പോയി. അപ്പോൾ എന്തായാലും നമ്മളുടെ കോൾ ഇങ്ങനെ എന്താ പറയുക ആഡ് ബ്രേക്കിലേക്ക് പോയപ്പോൾ ഇട്ടിട്ട് ഓടിയതാണ്. വിഷമിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തിരിച്ച് റീഡയൽ ചെയ്യുക. കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ എന്ത് വേണേലും ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി വിസയുടെ മെഡിക്കലിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ എത്രത്തോളം അതിൻ്റെ വാലിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു ജോബ് മാറിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരാൾ ഇപ്പോൾ ഈ OHSC എന്ന് പറയുന്നത് അതെന്താണ് ഈ OHSC? ഈ OHSC അഥവാ ഒക്യുപ്പേഷണൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് കോളർ തിരിച്ച് കണക്റ്റഡ് ആയിട്ടുണ്ട്. നമസ്കാരം, സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാനിപ്പം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോ ഇവിടെ വിസയിലേക്ക് വേണ്ടിയിട്ട് മാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. വിസിറ്റ് വിസയിൽ വന്നതാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. അതായത് എനിക്ക് BP-യുടെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ ഞാൻ ഷുഗറിനും മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടുന്ന് പറഞ്ഞു ഈ മറ്റേ വിസ എടുക്കണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അസുഖം ഉള്ളത് കൊണ്ട് എന്റെ വിസ എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവോ? വളരെ നല്ലൊരു സംശയമാണ്. സാധാരണ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് സാധാരണഗതിയിൽ UAE-ൽ ഹെപ്പറ്റൈറ്റിസ് B, HIV ഇത്തരം കാര്യങ്ങളുള്ള ഇതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളെ സംബന്ധിച്ചോളം അത്തരം ഒരു വിഷയം വരില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊന്നും ഇവിടുത്തെ വിസ ആവശ്യമായ മെഡിക്കൽ പരിശോധനയിൽ ഉൾപ്പെടുന്ന സംഗതികളല്ല. സാർ, ഞാനിപ്പോ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് മറ്റേ എന്റെ അടുത്ത് ഇത് തന്നാള് പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെ ബ്ലഡ് എടുക്കുന്നുള്ളത്. അപ്പൊ എനിക്കൊരു പേടി, ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് വിസ കിട്ടാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, പറഞ്ഞല്ലോ, ബ്ലഡ് എടുക്കുന്നത് ഇത്തരം സാംക്രമിക രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിക്കുക, അതിനുള്ള മരുന്ന് കഴിക്കുക. അത് നിങ്ങളുടെ ഈ മെഡിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്താ എനിക്ക് ഭയങ്കര സംശയമാണ്. 2 ദിവസമായിട്ട് ഞാൻ ഈ മെഡിക്കൽ എടുക്കാൻ പോയിട്ടില്ല. വിളിച്ചതിൽ സന്തോഷം സാർ. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രേക്ഷകർ ഇതുപോലെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനമാണ്. കാരണം വെൻ യു ആർ സ്പീക്കിംഗ് അബൌട്ട് യുവർ സെൽഫ്, അത് ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആയതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല. പൊതുജനങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പുതിയ ആളുകളാണ്, ഈവൻ വിസ മാറുന്ന ആളുകൾ പോലും ഇവിടെ 2-3 വർഷം അതിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരം സംശയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതെ. പിന്നെ ഇപ്പോൾ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ചിലപ്പോൾ ലൈഫ് ലോങ് ആണ്. സിഫിലിസ് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ക്യൂറബിൾ ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒരാൾക്ക് ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഫെയിലായി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ എടുക്കുമോ അതോ അവർ ലൈഫ് ബാൻ ആയിരിക്കുമോ? ഇല്ല, ലൈഫ് ബാൻ അത്തരം വിഷയങ്ങൾ വരില്ല. ക്യൂറബിളായ രോഗങ്ങളിലേക്ക് ഇവിടുന്ന് തന്നെ ഒരു റീടെസ്റ്റ് എടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഫസ്റ്റ് ടെസ്റ്റ് എടുത്തു, ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റിന് അവർ മെസ്സേജ് ചെയ്യും, ഡിപ്പാർട്ട്മെൻറ്റിന് മെസ്സേജ് വരും. നമ്മൾ ഇവിടെ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും സോനാപൂർ എന്ന് പറഞ്ഞിരുന്ന പഴയ മെഡിക്കൽ സെൻ്ററിലാണ് അത്തരം വിഷയങ്ങൾ എടുക്കുന്നത്. അവിടെ പോയിട്ട് ബ്ലോക്ക് 7 എന്ന ബ്ലോക്കിൽ പോയി കഴിഞ്ഞാൽ അവർ അത് ഒരു റീടെസ്റ്റ് എടുത്ത് അവിടുന്ന് തന്നെ പരിഹരിക്കാവുന്നതാണെങ്കിൽ അവർ മരുന്നുകൾ തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തരും. എന്നിട്ട് 2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. ഈ 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടും അത് ഓക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ ഇൻഫോം ചെയ്യും യു ആർ ഫിറ്റ്. അതല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വരാൻ പറയും. വന്നിട്ട് നിങ്ങളോട് രാജ്യം വിടാനായിട്ടാണ് ആവശ്യപ്പെടുക. ഓൾ റൈറ്റ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നു മറ്റൊരു കോളർ നമ്മളോടൊപ്പം ഇല്ല, കോൾ ഡ്രോപ്പ് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ലൈവ് ടൈമിൻ്റെ ഇടയിൽ തന്നെ വിളിക്കാൻ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന OHSC ഒക്യുപേഷണൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഇത് ഏതെല്ലാം കാറ്റഗറിയിലാണ് ആവശ്യം വരുന്നത്? ഇത് ആവശ്യമായിട്ട് വരുന്നത് സാധാരണഗതിയിൽ പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം നിരന്തരം വരുന്ന ചില കാറ്റഗറിയിലാണ്. അതുപോലെ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ, അത്തരം വിഷയങ്ങൾക്ക്. പിന്നെ വരുന്നത് ഇവിടുത്തെ അറബ് ആളുകളുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന മെയ്ഡ്സിന്. ഇത്തരം 3 കാറ്റഗറിയിലാണ് അത് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ അതിനാണെങ്കിൽ എവരി ഇയർ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ വിസ അടിക്കുമ്പോഴാണ് മെഡിക്കൽ എടുക്കാറ് സാധാരണഗതിയിൽ. പക്ഷേ ഈ OHC സർട്ടിഫിക്കറ്റ് ഓരോ വർഷവും പുതുക്കേണ്ടതായിട്ടുണ്ടാവും. അത് നിശ്ചിത സ്ഥലങ്ങളിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് OHC പുതുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അറിവിനായി പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളിപ്പോൾ നമ്മുടെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊയ്സ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്റർ ദുബായിലുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രാഞ്ചിൻ്റെ വിഷ്വൽസ് ആണ്. ഇറ്റ്സ് എ വെരി ബ്രാൻഡ് ന്യൂ ബ്രാഞ്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ്, ഐ മസ്റ്റ് സേ. സാധാരണ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ക്യൂവിൽ നിൽക്കണം. ഇത് നമുക്ക് അലോട്ടഡ് ടൈം ഉണ്ടാകും. നമ്മൾ പോകുന്ന വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ്. അവിടെ സ്റ്റാഫ് ശരിക്കും സർപ്ലസ് സ്റ്റാഫ് ഉണ്ട്. പൊതുവേ സ്ഥാപനമുണ്ട് എങ്കിലും സ്റ്റാഫ് ഷോർട്ടേജ് കാരണമാണല്ലോ പലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് വളരെ 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 കൺവീനിയൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ നെക്സ്റ്റ് റിന്യൂവലിന് യു മസ്റ്റ് ട്രൈ മൊയ്സ്ന മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്റർ. ഇനി അടുത്തതായിട്ട് ഒരു ചോദ്യമുള്ളത്, ഇപ്പോൾ വിസ മെഡിക്കൽ അപേക്ഷ നമുക്ക് എല്ലാ സർവീസസും ഇപ്പോൾ RTIയിലൊക്കെ എല്ലാം ഓൺലൈൻ ചെയ്യാം. അതുപോലെ വിസ മെഡിക്കലിന് ആപ്ലിക്കേഷനൊക്കെ ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു സൗകര്യം മുൻപ് ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായിട്ട് അത് അപേക്ഷിക്കായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ സാലം അംഗീകൃത ടൈപ്പിംഗ് സെൻറ്ററുകളിൽ തന്നെ ഡയറക്റ്റ് പോയിട്ട് ചെയ്യേണ്ടതാണ്. സാധാരണ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരു 500-600 അതിന് മുകളിലേക്കൊക്കെ സ്റ്റാഫുള്ള കമ്പനികൾ അവർക്ക് സ്വന്തമായിട്ട് ഇതിനുള്ള യൂസർ ID ഉണ്ടാവും. സാലം ഗവൺമെൻറ് അതിന് കൊടുത്തിട്ടുണ്ടാവും. ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അതിനുശേഷം തുടരാം. നമസ്കാരം, സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? ഞാൻ ലിസയാണ് സംസാരിക്കുന്നത്, ദുബായിന്ന്. ചോദിച്ചോളൂ ലിസ. എനിക്ക് അറിയേണ്ടത് മദറിനെ സ്പോൺസർ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് അറിയേണ്ടത്? പേരന്റ് വിസ മദറിന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഇത് ആക്ച്വലി മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അല്ല, എന്നാൽ അറിയുന്നൊരു കാര്യം പറയാം. നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. 10,000 ദിർഹംസോ 10,000 ദിർഹംസോ ആണ് അതിൻ്റെ സാലറിയുടെ ലിമിറ്റ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മദറിനെ സ്പോൺസർ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണെന്നാണ്. അതാണ് കാരണം ഇത് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയുന്ന പരിമിതമായൊരു അറിവ് പങ്കുവച്ചതാണ്.
അതിന് നമ്മുടെ ടൈപ്പിംഗ് സെന്റർ ഉണ്ട്, യെസ്. നമുക്ക് അതിനുള്ള സർവീസ് ഉണ്ട് നമ്മുടെ മഹേന്ദ്രനാഥ് സെന്ററിൽ തന്നെ. അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് us. യെസ്, കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ഓൺലൈനായിട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ വലിയ വലിയ കമ്പനികൾക്കാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് അതിനുള്ള യൂസർ ID ഉണ്ടാവും. അവരവരുടെ സ്റ്റാഫിന് അത് സ്വന്തമായിട്ട് ചെയ്തിട്ട് അവർ അപേക്ഷിക്കും. അല്ലാത്ത ചെറിയ കമ്പനികളുണ്ടാവും, അപ്പോൾ വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരു 50-60 ഒക്കെ സ്റ്റാഫ് ഉള്ളവർ, അവരാണെങ്കിൽ അവർ പോലും തീർച്ചയായിട്ടും സാലമിൻ്റെ അംഗീകൃത മെഡിക്കൽ സെൻ്ററുകളിൽ വന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നേരിട്ടും ഓരോ ഇൻഡിവിജ്വലിന് നേരിട്ടും അതുപോലെ ടൈപ്പിംഗ് സെൻ്ററുകളിൽ പോയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അത്രേ പറ്റുള്ളൂ. ഈ ഗോൾഡൻ വിസയൊക്കെ ഉള്ളവരില്ലേ, ഗോൾഡൻ വിസ ഉള്ളവർക്കും ഈ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ സിമിലർ തന്നെയാണോ? അതെ, പ്രൊസീജിയർ ഉണ്ട്, അത് മസ്റ്റാണ്. അത് ഏതൊരു ഇൻഡിവിജ്വലിനും ഇവിടെ വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മെഡിക്കലായിട്ട് ഫിറ്റാണ് എന്നുള്ളത് പ്രൂവ് ആയിരിക്കണം, എന്നാലേ വിസ അടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റെന്തെങ്കിലും ഒരു ഗോൾഡൻ ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നൽകാനുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വൈകാതെ തന്നെ നിങ്ങൾ മെഡിക്കലിന് സമീപിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു വിസക്ക് വന്നു കഴിഞ്ഞു, ഇത്രയും നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ എന്തെങ്കിലും ഇഷ്യൂസോ മെഡിക്കലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ സംശയിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് അംഗീകൃത മെഡിക്കൽ സെൻ്ററുകളിലോ ടൈപ്പിംഗ് സെൻ്ററുകളിലോ പോയിട്ട് നേരിട്ട് സംശയം തീർക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ മറ്റുള്ള പല ആളുകൾ, ഈവൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അത്തരം ആളുകളെ സമീപിച്ചാൽ പോലും ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയണമെന്നില്ല. സാലം അംഗീകൃത മെഡിക്കൽ ടൈപ്പിംഗ് സെൻ്ററുകളിലോ മെഡിക്കൽ സെൻ്ററുകളിലോ നേരിട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സംശയ ദൂരീകരണം നടത്തുന്നതായിരിക്കും നല്ലത്. ഊഹോപോഹം ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നിങ്ങളെ സംബന്ധിച്ചോളം, ഈ രാജ്യത്തിനെ സംബന്ധിച്ചോളം. അത്രയാണ്. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഹാസിദ്. ഒരുപാട് സന്തോഷം തത്സമയം ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നതിനും നമ്മുടെ പ്രേക്ഷകരോട് ഇത്രയേറെ ഡീറ്റെയിൽസ് കൊടുത്തതിനും നമുക്കും സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആവശ്യം UAE സംബന്ധിച്ചോളം അല്ലെങ്കിൽ മൊത്തത്തിൽ ആവശ്യമുള്ളൊരു സംഗതിയാണ്. എല്ലാ ജനങ്ങൾക്കും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ ലോക്കലിന് മാത്രമാണ് വിസൻ്റെ ആവശ്യം വരാത്തതും അതിന് മെഡിക്കൽ എടുക്കേണ്ടി വരാത്തതും. അവർക്ക് പോലും മറ്റുള്ള രീതിയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായ സംശയങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ വിസ മെഡിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിനും സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിച്ചാലും ഞങ്ങൾക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള പ്രോഗ്രാമാണ്. സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു. ആൻഡ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്, സോ ദാറ്റ് മാക്സിമം ജനങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻസ് എത്തിച്ചേരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് NTV. ദിസ് ഇസ് ഡയന സുമൻ ആൻഡ് മിസ്റ്റർ ഹാസിദ് സൈനിങ് ഓഫ് ഫ്രം എനിക്ക് വിസ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക്സ്.